എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ്, അതായത് എച്ച് ഇടാൻ വേണ്ടിയിട്ട് പോകും. അപ്പം അധികം ആൾക്കാരും പേടിച്ചിട്ട് എച്ച് ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ എച്ച് ഇടാമെന്ന്. ചില ആൾക്കാർക്ക് റൈറ്റ് കിട്ടുമ്പോൾ ലെഫ്റ്റ് പോകും, ലെഫ്റ്റ് കിട്ടുമ്പോൾ റൈറ്റ് പോകും. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും ഇതൊക്കെ പാട് ചെയ്തുകൊണ്ട് ഒരു എച്ച് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അധികം ആൾക്കാർക്കും കൺഫ്യൂഷനാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ച് തരാം. ആ രീതിയിൽ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ആകെപ്പാടെ രണ്ടേ സംഗതികൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മളെ റൈറ്റ് സൈഡിലുള്ള നമ്മളെ ബാക്കത്തെ ടയറും അതുപോലെ തന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള ബാക്കത്തെ ടയറും പിന്നെ ഈ മിറർ ഉണ്ടല്ലോ, അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും, ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എച്ച് എന്ന് പറയുന്ന ആ വിഷയം വളരെ എളുപ്പത്തിൽ യാതൊരു പ്രശ്നമില്ലാതെ ഇടാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മാനുവൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിലും നമ്മൾ നോക്കിയിട്ട് പോകാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം അതും അല്ല, ഇനി നമ്മൾ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് പോകാൻ പറ്റും. നമ്മൾ ഫ്രണ്ട് എടുക്കുന്നത് നമുക്കറിയാലോ അല്ലേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ മുന്നിൽ എച്ച് ഇടുന്ന ആ ഗ്രൗണ്ടിൻ്റെ നമ്മൾ മുന്നിലാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ വണ്ടിൻ്റെ അകത്തേക്ക് വന്നു. ഓക്കെ, വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാം. നമ്മളെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലുള്ള മിറർ എന്ത് ചെയ്യാം, നമ്മളെ ടയറിൻ്റെ എടുത്തായിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മിററിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ നോക്കാനൊന്നും പറ്റില്ല ആ സമയത്ത്. അതിനെക്കാട്ടി നല്ല എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മിറർ വെക്കുക, എന്നിട്ട് നേരെ നമ്മളെ ബാക്കത്തെ ടയറിൻ്റെ ആ പൊസിഷനിൽ വെക്കുക. അതായത് നമ്മളെ മിററിൻ്റെ ഈ സൈഡിലേക്ക് കറക്റ്റായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള മിറർ ഉണ്ടല്ലോ, അതിൻ്റെ ഇതും നമ്മളെ പുറകിലുള്ള, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള പുറകിലുള്ള ടയറിൻ്റെ ആ ഭാഗത്തേക്കും വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ വണ്ടി ആദ്യം പോകേണ്ടത് നേരാണ് പോകേണ്ടത്, നേരെ പോവുക. അപ്പോൾ മാതിരി ആയി അല്ലേ. പിന്നെ ഒരു ടി വന്നാലാണ് ശരിക്കും ജോയിൻ ചെയ്തിട്ട് എച്ചിടുക. അപ്പോൾ നമ്മൾ അവിടെ എത്തി, അവിടെ എൻഡിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ റിവേഴ്സിലാണ് വരേണ്ടത് അല്ലേ. ഈ റിവേഴ്സിൽ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പിന്നെ വാഹനം എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ മിറർ ഉണ്ടല്ലോ, ഈ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ റൈറ്റ് സൈഡിലുള്ള ടയർ ഒരു ലൈന് ഞാൻ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ശരിക്കും ആ ലൈനിൻ്റെ കറക്റ്റായിട്ട് അവിടെ ഇടുക. ഇട്ടിട്ട് നേരെ എന്ത് ചെയ്യുക, ആ ലൈന് വരുന്നത് കണ്ട് നമ്മളെ ടയർ അതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ടയറിൻ്റെയും ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ലൈനിൻ്റെയും കുറച്ച് സ്പേസ് ഇടുക, കുറച്ച് ക്യാപ്പ് ഇടുക, കുറച്ച് മാത്രം. ആ ക്യാപ്പ് ഇട്ടിട്ട് ആ ടയർ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കോട്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ അതിനടുപ്പിച്ചിട്ട് കുറച്ച് സ്പേസ് ഇടാൻ വേണ്ടി പറഞ്ഞു. ആദ്യം നമ്മളിങ്ങനെ എടുത്ത് കഴിഞ്ഞ് ആ ടയർ ഈ ലൈനിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ഈ സൈഡ് നോക്കേ വേണ്ട, പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള മിററിൽ നോക്കുക. എന്നിട്ട് നോക്കിയിട്ട് നമ്മളെ ഇപ്പോഴത്തെ സൈഡിലേക്ക് നമ്മൾ പോകണമല്ലോ, എച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു ലൈൻ അതേമാതിരി ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ഇതേമാതിരി തന്നെ സ്പേസ് വെച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, പിന്നെ തിരിക്കുക, കംപ്ലീറ്റ് തിരിക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് നമ്മൾ ശരിക്കും കൊണ്ടുവരിക. അത് അതേമാതിരി തന്നെ ആ ലെഫ്റ്റ് സൈഡിലുള്ള ടയർ കംപ്ലീറ്റ് കഴിഞ്ഞെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രൈറ്റ് നോക്കുക. എന്നിട്ട് നമ്മുടെ വാഹനം സ്ട്രൈറ്റ് ആണെന്ന് കണ്ടാൽ നേരെ നമ്മൾ പുറകിലേക്ക് എടുത്ത് റൈറ്റിൽ കറക്റ്റായിട്ട് വെച്ച് ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് എടുക്കണം അല്ലേ. മുന്നോട്ട് എടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിവേഴ്സിൽ വരണം. അതും ഇതേ മാതിരി തന്നെ ചെയ്യുക. നമ്മളിങ്ങനെ അവിടുന്ന് ഇങ്ങനെ എടുത്തിങ്ങനെ വരുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യുക, നമ്മൾ ലെഫ്റ്റ് നോക്കുക, അവിടുന്ന് വരുമ്പോൾ റൈറ്റ് നോക്കുക, ഇവിടുന്ന് വരുമ്പോൾ ലെഫ്റ്റ് നോക്കുക. ഏത് ഭാഗത്തേക്കാണ് നമ്മൾ പോകേണ്ടത് ആ ഭാഗം ഫസ്റ്റ് വെക്കുക. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്, പുറകിൽ വശം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റൈറ്റിലുള്ള മിറർ നമ്മൾ നോക്കി. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഭാഗത്തേക്കാണ് പോകേണ്ടത്, റിവേഴ്സ്. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ്. അപ്പോൾ ഇതേമാതിരി വന്നാൽ ആ ലൈൻ ഉണ്ടാവും, കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമ്മൾ ടയറും ആ ലൈനും കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ആ ലൈനിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ലൈന് കഴിഞ്ഞു, ടയർ കഴിഞ്ഞെന്നുണ്ടാൽ ബാക്കത്തെ ടയർ മാത്രം നേരെ എന്ത് ചെയ്യുക, നമ്മൾ തിരിക്കുക. എന്നിട്ട് നേരെ റൈറ്റ് സൈഡിലേക്ക് കഴിഞ്ഞാൽ നേരെ റൈറ്റ് സൈഡിലേക്ക്. എന്നിട്ട് ഇതേമാതിരി തന്നെ റൈറ്റ് സൈഡിലെ കറക്റ്റായിട്ട് നമ്മൾ അവിടെ എത്തുന്നുണ്ടോ നോക്കുക. ആ ടയർ കഴിഞ്ഞാൽ പാട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഫ്രണ്ടത്തെ ഗ്ലാസ്സിലേക്ക് നോക്കിയിട്ട് സ്റ്റെയറിംഗ് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക, നേരെ റിവേഴ്സ് കൊണ്ടുവരിക. ഇതേ ഉള്ളൂ, കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് സിമ്പിളായിട്ട് എച്ച് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കണ്ട, നമ്മൾ ഇവിടത്തേക്ക് നോക്കേണ്ട സമയത്ത് ചെയ്യേണ്ട സാധനങ്ങൾ അവിടെ ചെയ്തു കൊടുത്താൽ മതി. ഒരു പേപ്പറുകളും ഇല്ല. റൈറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് മിററും ബാക്കത്തെ രണ്ട് ടയറും ഫ്രണ്ടത്തെ പിന്നെ ഒരു വണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുമല്ലോ, കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അല്ലാതെ വെറുതെ നമ്മൾ നോക്കി കുറേ സ്റ്റെയറിംഗ് അങ്ങോട്ട് ഒടിച്ച് ഒന്നും വേണ്ട. ആ പുറകു വശത്ത് ഞാൻ എഴുതിയിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ അവിടെ എത്തി കഴിഞ്ഞെന്ന് കണ്ടാൽ നേരെ തിരിക്കുക. റൈറ്റ് സൈഡിലും അതേമാതിരി തന്നെ, അത് കഴിഞ്ഞാൽ നേരെ തിരിക്കുക. ഇതുള്ള പരിപാടി. അല്ലാതെ വേറെ ഒരു ലെവലിലും നിങ്ങൾ തിരിക്കേണ്ട, നിങ്ങൾ ഇതാക്കണ്ട, യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇതാക്കുക. ഓക്കെ, എന്തെങ്കിലും മറുപടി പറയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.